നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടരെ വരുന്ന വെളിപ്പെടുത്തലും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും ഒക്കെ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു വാർത്താ പകലാണ് ഇന്നും ഉണ്ടായിരുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വിശദമായി നമുക്ക് നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യുവതികളുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയരുകയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. BJP ഈ ആവശ്യം നേരിട്ട് തന്നെ ഉന്നയിക്കുമ്പോൾ CPM പറയുന്നത് പൊതുവികാരം കണക്കിലെടുത്ത് രാജിവെക്കണം എന്ന ഒരാവശ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇതുവരെ കേരള ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ പേരിൽ MLA സ്ഥാനം ആരും രാജിവെച്ച ചരിത്രമില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, സമാനമായ ആരോപണങ്ങൾ നേരിട്ടവർ രാജിവെച്ചിട്ടില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിന്റെ സംരക്ഷണ കവചം ഒരുക്കുകയാണ് കോൺഗ്രസ്. രാജി വേണ്ട എന്നൊരാവശ്യത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് നമ്മൾ കണ്ടു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ഒരു ആകാംക്ഷ പ്രേക്ഷകരെ സംബന്ധിച്ചുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തന്നെയാണ്, പുറത്തിറങ്ങുന്നില്ല. വലിയ പോലീസ് കാവൽ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് ഒരുക്കിയിട്ടുണ്ട് പോലീസ്. മാത്രവുമല്ല, അവിടേക്കൊക്കെ പ്രതിഷേധം എത്താനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കുമ്പോൾ നൈറ്റ് മാർച്ച് ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടാണ് രാഹുൽ വീട്ടിൽ തുടരുന്നത്. അതേസമയം പാലക്കാട് MLA ഓഫീസിന് മുന്നിലേക്ക് ഇന്നും വ്യാപകമായി പ്രതിഷേധമുണ്ടായി. വിക്ടോറിയ കോളേജിന് മുന്നിൽ ക്യാൻവാസ് ഒരുക്കി BJPയുടെ പ്രതിഷേധം നടന്നു. അങ്ങനെ MLA സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്നത് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം രാഹുലിനെതിരെ ഉയരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. നമ്മൾ നേരത്തെ കണ്ട വിക്ടോറിയ കോളേജിന് മുന്നിലുള്ള പ്രതിഷേധം, അവിടെ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രങ്ങൾ, അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മീമുകളാണ് ഇപ്പോൾ. എന്തായാലും ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റംസ് ആയി അത് മാറിയിരിക്കുന്ന സാഹചര്യമാണ്. വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. കേരളത്തിൽ ചരിത്രത്തിൽ ഒരു MLAക്കുമെതിരെ ഉയരാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ്, വലിയ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത് എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്. പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന ഒരു ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെക്കുകയാണ്. നേരത്തെ നമുക്കറിയാം M മുകേഷ് MLAക്കെതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ഇല്ലായിരുന്നു എന്ന കാര്യം CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുകയാണ്. പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗർഭഛിദ്രം നടത്താൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നതിന്റെ ആവർത്തിച്ചുള്ള ശബ്ദങ്ങൾ ഉൾപ്പെടെ, ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയാണ്. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് രാഹുലിനെതിരെ ആവശ്യത്തിലധികം തെളിവുകൾ പുറത്തു വന്ന കഴിഞ്ഞ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവികാരം കണക്കിലെടുത്ത് രാഹുൽ രാജിവെക്കണമെന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നാണ്. കേരളത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോഴ് രാഹുലിന്റെ
MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുന്ന ആവശ്യം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുവികാരമായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പൊതുവികാരം കണക്കിലെടുത്ത് രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കടുപ്പിക്കുന്നുണ്ട് നിലപാട് CPM ഈ വിഷയത്തിൽ. പക്ഷേ അതിനു മുൻപ് മാധ്യമങ്ങളെ കണ്ട KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് CPM ആ ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല CPMന് രാജി ആവശ്യപ്പെടാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന കാര്യം കൂടി KPCC അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസിനോട് തീരുമാനിച്ചുകൊള്ളൂ എന്നതാണ് CPM പറഞ്ഞ കാര്യം. MV ഗോവിന്ദൻ പറഞ്ഞത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നതാണ് എന്നതുകൂടി പറയുകയാണ്. അപ്പോൾ ധാർമ്മികമായി MLA സ്ഥാനം രാജിവെക്കാനുള്ള അവകാശം, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ CPMന് അവകാശമില്ല എന്നതാണ് KPCC അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെ എന്നാണ്. അത്ര മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൌരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. BJPക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല. ബ്രജ്ഭൂഷന്റെ കേസുണ്ട്. യെഡ്യൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ്. BJPയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ്. ഉന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. ഹത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു. അതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് ചെയ്യും. അതിരൂക്ഷ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉയർത്തിയത്. വേലിയിൽ സാരി ചുറ്റിയാൽ അവിടേക്ക് പോകുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ 35-ാം വയസ്സിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി എന്താകും കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അതിരൂക്ഷമായ പരിഹാസവും വിമർശനവും ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പൊതുവികാരം കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നൊരു ആവശ്യവും EN സുരേഷ് ബാബു ഉന്നയിക്കുന്നു. ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നമ്മൾ പറയില്ലേ ചെറിയ പിള്ളേരെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ചെക്കൻ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ കുഴപ്പമാണ് അല്ലേ? സംഗതി 35 വയസ്സിൽ ഇതാണെങ്കിൽ ഈ പാവി കുറെ കഴിയുമ്പോ എന്തായിരിക്കും? വേലിയിൽ സാരി ഇട്ടാൽ കുഴപ്പമാകില്ല. ഇവന്റെ മുമ്പില് വേലിയില് മതിൽപ്പുറത്തോ സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. മറ്റവൻ പരിങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒന്നിനുമില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഈ മറ്റേ കക്ഷി എന്റെ കൂടെ വന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആള് എന്റെ ജീവൻ പോയാൽ പാലക്കാട് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആര്? നല്ല ആള്, മനസ്സിലായില്ലേ? ഈ എന്താ പറയാ, കന്നാസും കടലാസും പോലെയല്ലേ ഇവരെ നടത്താം? കന്നാസും കടലാസും പോലെയാണ് ഷാഫിയും ഈ രാഹുലും. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിഹസിക്കാനുള്ള ഒരു അവസരം സ്വയം സൃഷ്ടിച്ചതുപോലെയാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളും നേതാക്കളുടെ സംസാരങ്ങളും കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും ഈ രാഹുലിനെതിരായ പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ തന്നെ VD സതീശനും ഷാഫി പറമ്പലിനും എതിരായ പ്രതിഷേധം കൂടി ഉയർത്താൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. MV ഗോവിന്ദനും സമാനമായ രീതിയിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഇതിന് പ്രൊമോഷൻ നൽകുകയായിരുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിന് VD സതീശൻ ചെയ്തത് എന്ന ഒരു ചോദ്യം CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുമ്പോൾ കന്നാസും കടലാസും പോലെ നടന്നവരല്ലേ എന്നത് ഷാഫിയെ ചൂണ്ടി EN സുരേഷ് ബാബു പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരാവശ്യം നേരിട്ട് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. CPM പൊതുവെ പൊതുവികാരം കണക്കിലെടുത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരാവശ്യം നേരിട്ട് തന്നെ വി ശിവൻകുട്ടി ഉന്നയിക്കുന്നു. ട്രാൻസ്ജെൻഡറുകൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടുണ്ടാകുന്നതായി വി ശിവൻകുട്ടി വിമർശിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ്. ജനങ്ങൾ അവരെയുമെല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്.
കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിരൂക്ഷ വിമർശനമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിന് മുന്നിലേക്ക് SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ ബാരിക്കേഡുകൾ തടഞ്ഞുകൊണ്ട് അവരുടെ പ്രതിഷേധക്കാരെ തടയാനുള്ള ശ്രമം പോലീസ് നടത്തുമ്പോൾ അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. പോലീസുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളും അവിടെ നടക്കുന്നു. സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം. വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് തൊടിയിക്കില്ല എന്നതാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതാണ് CPMന്റെ നിലപാട്. അങ്ങനെ പൊതുപരിപാടികൾ റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുമ്പോൾ പാലക്കാട്ട് MLA ഓഫീസിലേക്ക് വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്നു പോലീസ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അവരെ പോലീസ് പിന്തിരിപ്പിച്ചു. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ. എന്തായാലും വ്യാപക പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് CPMും BJPയും ഒക്കെ നടത്തുകയാണ്. ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ പാലക്കാട് MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അത് പോലീസ് തടയുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ട് അതിനിടയിലൂടെ കിട്ടിയ സ്ഥലത്തിലൂടെ SFI പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നതാണ് കാണുന്നത്. സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതാണ്. പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല. അതിനുശേഷം ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് അവർ മുന്നോട്ട് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പോലീസിന്റെ നടപടി എന്ത് എന്നതാണ് അറിയേണ്ടത്. അവിടെ വലിയ സുരക്ഷയിലാണ് പാലക്കാട് MLA ഓഫീസിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ SFI പ്രവർത്തകർ ബാരിക്കേഡുകളും മറികടന്ന് മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ കൂടുതൽ പോലീസ് അവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ പോലീസ് വാഹനത്തിൽ ഉൾപ്പെടെ പ്രവർത്തകർ വലിഞ്ഞു കയറിയത് നമുക്ക് കാണാം. പോലീസ് വാഹനം മറികടന്നും പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണ്. MLA ഓഫീസ് ലക്ഷ്യമിട്ട് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ പോലീസ് സേന അംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസും പ്രവർത്തകരും തമ്മിൽ
ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞെടുത്തു നിന്ന് വളരെ മുന്നോട്ട് പ്രവർത്തകർ എത്തുന്നു. അവർ ഓടി MLA ഓഫീസിൽ ലക്ഷ്യമാക്കി പ്രവർത്തകർ ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ വ്യാപക പ്രതിഷേധം പാലക്കാട് അരങ്ങേറുകയാണ്. SFI പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് MLA ഓഫീസിനടുത്തേക്ക് എത്തുകയാണ്. പോലീസ് അവരെ പിന്തുടരുന്നുണ്ട്. അവരെ തടയാനുള്ള ശ്രമങ്ങൾ പോലീസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CV അനുമോദ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, പോലീസ് തടഞ്ഞെടുത്തു നിന്ന് ഏതാണ്ട് 500-ലധികം മീറ്റർ അവർ മുന്നേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഓഫീസിനടുത്തേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഘർഷ സാധ്യതയാണോ അവിടെ ഉള്ളത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? MLA ഓഫീസിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചത്. പക്ഷേ ജലപീരങ്കി ശക്തമായി പ്രയോഗിച്ചതോടെ ബാരിക്കേഡ് മറിഞ്ഞു വീഴുകയും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഇപ്പോൾ MLA ഓഫീസിലേക്ക് ഇരച്ചെത്തുകയുമാണ്. വലിയ പ്രതിഷേധമാണ്. 100 കണക്കിന് പ്രവർത്തകരാണ് SFIയുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. പോലീസിന്റെ സന്നാഹം ഇവരെ പ്രതിരോധിക്കാൻ മതിയാകുമോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം ഈ ബാരിക്കേഡ് മറികടന്ന് ഇവർ ഈ പ്രതിഷേധം MLA ഓഫീസ് വരെ എത്തിക്കുമെന്ന് പോലീസ് കണക്കുകൂട്ടിയിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നൊരുക്കത്തിൽ പോലീസിന്റെ പിഴവ് പറ്റി എന്ന് തന്നെ വേണം കരുതുവാൻ. വലിയ പ്രതിഷേധം ഈ രാവിലെ പലയിടത്തും പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ SFIയുടെ ഈ ഒരു പ്രതിഷേധം മറികടക്കുന്ന തരത്തിൽ SFIയുടെ പ്രതിഷേധം MLA ഓഫീസിലേക്ക് അടുത്തെത്തുന്നവരേക്കും നീണ്ടിരിക്കുന്നു. 100 കണക്കിന് പ്രവർത്തകർ വിദ്യാർത്ഥികളാണ്. സ്കൂളുകളിലും കോളേജ് മുതൽ വിദ്യാർത്ഥികളാണ്. അനുമോദ് എത്ര വേഗത്തിലാണ് ഓടുന്നതെന്ന് നമുക്ക് ടെലി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അത്രമാത്രം വേഗത്തിൽ പോലീസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെയൊക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ MLA ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 3/4 കിലോമീറ്റർ ദൂരെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് അവിടെ പ്രവർത്തകരെ തടയാൻ പോലീസ് ശ്രമിച്ചതാണ്. പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ കുറെ അധികം പ്രവർത്തകർ MLA ഓഫീസിലേക്ക് വലിഞ്ഞു കയറുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നു. അവിടെ പോലീസിന്റെ വലിയ കൂട്ടമുണ്ട്. പക്ഷേ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ അത് മതിയാകുമോ എന്നത് അറിയില്ല. എന്തായാലും MLA ഓഫീസിന് മുന്നിൽ വരെ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. അവിടെ വ്യാപക പ്രതിഷേധം, വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ് SFI പ്രവർത്തകർ. അവർ ഓഫീസിലെ ഗേറ്റിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നു. ഗേറ്റ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസുമായി വലിയ തോതിൽ ഉന്തും തള്ളും സംഭവിക്കുന്നു. അവിടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ ശ്രമിക്കുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരോട് അവിടെ ഇരിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരെ നിയന്ത്രിക്കാനാകുന്നില്ല. വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. അവിടെ MLA ഓഫീസിന് മുന്നിൽ വരെ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ മാർച്ചാണ്. അത് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞുവെങ്കിലും അവരെ അവിടെ തടയാൻ കഴിഞ്ഞില്ല. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ ഇരുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കരുതിയിരുന്നു. പക്ഷേ എന്തായാലും
നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കുന്നു അന്തരീക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് SFI പ്രവർത്തകർ ഇപ്പോൾ. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടാണ് SFIക്ക് ഇന്ന് ഇത്തരത്തിലൊരു സമരം ഏറ്റെടുക്കേണ്ടി വന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA പീഡനവീരനാണ് എന്ന് കഴിഞ്ഞ ആരോപണം ആദ്യഘട്ടത്തിൽ അരങ്ങേറുന്നത്. എന്തായാലും ഒരു സംഘർഷത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നേതാക്കൾ ഇടപെട്ടിരിക്കുന്നു. അവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും കൂടുതലായി അവിടെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് തിരിച്ചെത്താം. എന്തായാലും പോലീസ് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നത്.